നമസ്കാരം. ലക്ഷദ്വീപിൽ NCP ശരത് പവാർ വിഭാഗവും കോൺഗ്രസും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരുന്നു. പണ്ടാരഭൂമി ഏറ്റെടുക്കൽ, അനധികൃത നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു പാർട്ടികളും അഡ്മിനിസ്ട്രേഷനെതിരെ രംഗത്തുണ്ട്. എന്നാൽ ഇരു പാർട്ടികളും തമ്മിൽ പരസ്പരം പരസ്യമായി പോരടിക്കുന്നത് രണ്ട് കൂട്ടരുടെയും ദേശീയ നേതൃത്വത്തിന് നാണക്കേടായി മാറുകയാണ്. NCPയിലെ മുൻ MP ഫൈസൽ അടക്കമുള്ളവർ അഡ്മിനിസ്ട്രേഷനോടൊപ്പമെന്ന് കോൺഗ്രസും ഇപ്പോഴത്തെ MP ഹംദുള്ള സെയ്ദാണ് അഡ്മിനിസ്ട്രേഷനൊപ്പമെന്ന് ശരത് പവാർ പക്ഷ NCPയും ആരോപിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിലടിക്കുമ്പോഴും BJPക്ക് മുതലെടുക്കാനാകുന്നില്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് KN കാസ്മിക്കോയെ തന്നെ തുടരാനാണ് സാധ്യത. പാർട്ടി ഓഫീസ് പണി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലെ ഭാരവാഹികളെ നിലനിർത്തിയേക്കും. അതേസമയം യുവമോർച്ച അധ്യക്ഷനായിരുന്ന മഹദ ഹുസൈൻ പാർട്ടി വിട്ടുപോയതും അഡ്മിനിസ്ട്രേഷനെതിരായ വാർത്തകൾ പാർട്ടിയുടെ ഭാരവാഹി തന്നെ തയ്യാറാക്കി നൽകിയ വിവരം പുറത്തായതും നിലവിലെ കമ്മിറ്റിക്ക് തിരിച്ചടിയാണ്. യുവമോർച്ച അധ്യക്ഷനായി അഡ്വക്കേറ്റ് PM മുഹമ്മദ് സാലിഹിനെയും മീഡിയ കൺവീനറായി ഷംസുദ്ദീനെ നിയമിച്ചതോടെ പുനഃസംഘടന കഴിഞ്ഞു എന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. കൊച്ചിയിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് ചില മാധ്യമപ്രവർത്തകർക്കായി ആഘോഷം നടത്തിയതും പാർട്ടിക്ക് അകത്തും പുറത്തും ചർച്ചയായിട്ടുണ്ട്. എന്തിനാണ് ഇത്തരം പരിപാടികൾ നടത്തിയത് എന്നതിലും ബന്ധപ്പെട്ടവർ അണികൾക്ക് മറുപടി നൽകിയിട്ടില്ല. ദ്വീപിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും തകർക്കുന്ന കൊച്ചിയിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടി മുക്തമാകണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അടക്കം നിലപാട്. അതിനിടെ NCP അജിത് പവാർ വിഭാഗവും JDUവും സംഘടന ശക്തമാക്കാനുള്ള നീക്കം നടത്തുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് ഈ പാർട്ടിയുടെ നിലപാട്.